വാർത്തകളിലേക്ക് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ സംഘർഷത്തിന്റെയും അക്രമങ്ങളുടെയും വാർത്തകളൊക്കെ തന്നെയാണ് പതിവായി വരുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും അത്തരമൊരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നത്. തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച 15-കാരൻ റാഗിങ്ങിനിരയായതായി കുടുംബം പരാതി നൽകിയിട്ടില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. സമൂഹമാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നു. പോലീസെത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു. സംഭവ ദിവസം മിഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. റാഗിംഗ് നേരിട്ടിരുന്നു എന്ന് അധ്യാപകരോട് പോലും മിഹിർ പറഞ്ഞിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, കഴിഞ്ഞ ദിവസം മിഹിറിന്റെ അമ്മ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്, സ്കൂൾ അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിരുന്നു, മിഹിർ ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്നു എന്ന്. പക്ഷേ സ്കൂളിന്റെ പേര് പോകുമോ എന്ന് ഭയന്ന് നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണോ സ്കൂൾ അധികൃതരുടെ പ്രതികരണം? തീർച്ചയായും ജിൽസി അങ്ങനെ തന്നെയാണ് കഴിയേണ്ടത്. അതായത് ജനുവരി 15-ാം തീയതിയാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ ആഡംബര ഫ്ലാറ്റിൽ നിന്നും 14 വയസ്സുകാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ 26-ാം നിലയിൽ നിന്നുമാണ് ചാടി മരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിലാണ്, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ചോറ്റാനിക്കര തിരുവാണിയൂരുള്ള സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിനെതിരെയുള്ള അല്ലെങ്കിൽ ഈ സ്കൂളിലെ ചില വിദ്യാർത്ഥികൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ഈ മാതാവ് ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി നൽകിയത്. അതായത് കടുത്ത റാഗിംഗ് മൂലം, സീനിയർ വിദ്യാർത്ഥികളുടെ കടുത്ത റാഗിംഗ് മൂലമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ മിഹിർ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിൽ ഇവർ പരാതി നൽകിയത്. അതായത് ഇവർ ഈ മൊബൈൽ ഫോണുകളടക്കം തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. ഈ സുഹൃത്തുക്കളുടെ അടക്കം മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മിഹിറിൻ്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ ഒരു റാഗിങ്ങിന് തൻ്റെ മകൻ വിധേയമായി എന്ന് അവർ കണ്ടെത്തുന്നത്. സ്കൂൾ ബസ്സിൽ വെച്ചും സ്കൂളിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കപ്പെടുകയും നിറത്തിൻ്റെ പേരിലും പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലമായി മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം ടോയ്ലറ്റ് നക്കിച്ചു എന്നുവരെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മാതാപിതാക്കൾ ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അവർ അത് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ പേര് കേട്ട വളരെ പ്രശസ്തമായൊരു സ്കൂളാണ്. അപ്പോൾ ഇത്തരമൊരു സ്കൂളിൽ ഇത്തരം സംഭവം നടക്കുന്നത് അത് വളരെ ഗുരുതരമാണ് എന്നാണ് ഈ മാതാപിതാക്കൾ പറഞ്ഞത്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തൻ്റെ മകൻ്റെ മരണം ഈ കുട്ടികൾ, ഈ സീനിയറായ റാഗിംഗ് നടത്തിയ കുട്ടികൾ അത് ആഘോഷിച്ചു. ഒപ്പം ചില വാട്സപ്പ് ചാറ്റുകളുടെയും ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെയും തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ മരണം ആഘോഷിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു എന്നിവർ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ സ്കൂളിൻ്റെ ഒരു വിശദീകരണം അവർ ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല. പകരം ഒരു പത്രക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. സ്കൂളിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ വരികയാണ്. അതായത് ഇത്തരത്തിൽ ഇത് സ്കൂളിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു വ്യാജ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നു എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. റാഗിംഗ് പരാതി ഉന്നയിച്ച് കുടുംബം ഇതുവരെ വന്നിട്ടില്ല. സാമൂഹ്യ മാധ്യമത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ഇവർ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നു, സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് നിലവിൽ ഇവർ പറയുന്നത്. ഈ സ്കൂൾ തീർച്ചയായിട്ടും നിതിൻ, എന്തായാലും ഒരു കുട്ടി നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുക എന്നതിലുപരി അവരുടെ കുട്ടിയുടെ മരണത്തിൽ നീതി ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഒരു 14-കാരനോട് ഇത്ര ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുട്ടിക്കേറ്റ മാനസിക ആഘാതം കൂടി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ കുറ്റക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് അർഹമായ ശിക്ഷ നൽകണം. അതിൽ സ്കൂൾ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയല്ല വേണ്ടതെന്നുള്ളത് തന്നെയാണ്. കൃത്യമായൊരു നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറാകണം. തയ്യാറായിട്ടില്ലെങ്കിൽ പോലീസ് അതിന് തയ്യാറാകണം. അങ്ങനെയെങ്കിൽ പോലും ഒരു മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കി കുട്ടികളുടെ കണ്ണു തുറപ്പിക്കണം. ഇത്തരം കുറ്റവാസനകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യത ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മറക്കാതിരിക്കണം.